കൂട്ടിനു കൂടെ എന്നാഥനുള്ളപ്പോൾ കാട്ടിലും ഭയമെനിക്കില്ല. അവൻ നീട്ടിയ സ്നേഹം ഞാൻ സ്വീകരിക്കുമ്പോൾ നീറുമെൻ ഹൃദയം ശാന്തം. അവനെ പാടി സ്തുതിക്കുന്നെൻ ജന്മം. സ്തോത്രം. ഇന്ന് പകലും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പകൽക്കാലം എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് ദൈവവചനത്തിൽ നിന്നുള്ളൊരു ആഹ്വാനമാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ സമാധാനത്തിനും സന്തോഷത്തിനുമായി നൽകുന്ന ഒരു ആഹ്വാനത്തിൻ്റെ വചനമാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 31-ാം വാക്യം. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഈ മാറ്റമില്ലാത്ത വചനം നിങ്ങൾ ഏറ്റെടുക്കണം. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നിങ്ങളും നിങ്ങളുടെ കുടുംബവും രക്ഷ പ്രാപിക്കും. ആ രക്ഷ ഏതവസ്ഥയിലാണോ ആയിരിക്കുന്നത്, രോഗത്തിലാണോ, ഭാരത്തിലാണോ, കടഭാരത്തിലാണോ, ആ അവസ്ഥകളിൽ നിന്നെല്ലാം നിങ്ങൾക്ക് രക്ഷിക്കപ്പെടുവാൻ, രക്ഷ പ്രാപിപ്പാൻ ഒരേ ഒരു നാമം, അത് യേശുവിൻ്റെ നാമമാണ്. നമ്മളെ ലോകാവസാനത്തോളം പരിപാലിക്കാമെന്ന് പറഞ്ഞ വാക്ക് അതെല്ലാം യേശുവിൻ്റെയാണ്. ഞാനോ നിങ്ങളോട് കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞത് യേശുവാണ്. സമാധാനം തരാമെന്ന് പറഞ്ഞത് യേശുവാണ്. നിങ്ങൾക്ക് വേണ്ടി കാൽവറിയിൽ അവസാനത്തെ തുള്ളി ചോരയും ഊറ്റിത്തന്നത് യേശുവാണ്. നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിനായി കാൽവറിയുടെ കൊലക്കളത്തിൽ യാഗമായി തീർന്ന പിതാവിൻ്റെ സന്നിധിയിൽ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ സന്നിധിയിൽ നമ്മൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നത് യേശുവാണ്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകും. നിങ്ങളുടെ കുടുംബവും നിങ്ങളും രക്ഷ പ്രാപിക്കും. എല്ലാ അസമാധാനത്തിൽ നിന്നും വിടുതലുണ്ടാവും. ഇന്ന് പകൽക്കാലവും ഈ രക്ഷയുടെ വലിയ സന്തോഷം നിങ്ങളോട് പറയുവാൻ കർത്താവായ ദൈവം എന്നെ അനുവദിച്ചതിന് എനിക്ക് അതിയായ സന്തോഷമുണ്ട്. പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓരോരുത്തരെയും ഈ സത്യത്തിൽ വഴി നടക്കുവാൻ സഹായിക്കട്ടെ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ യഹോവയായ ദൈവത്തിൻ്റെ അരികിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് കടന്നു വരുന്നപ്പാ, രക്ഷയുടെ സന്തോഷം അനുഭവിക്കാത്തവർ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ പിതാവേ, യേശു രക്ഷയാകുന്നുവെന്ന്, യേശു എന്ന ദിവ്യ സമാധാനത്തിലേക്ക് എത്തുവാൻ, യേശുവിനെ ഹൃദയപൂർവ്വം ഉള്ളത്തിലേക്ക് സ്വീകരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം അവർക്ക് ഭാഗ്യം കൊടുക്കണമേ. യേശു ക്രിസ്തുവിലൂടെ ഈ ലോകത്ത് ജീവിപ്പാൻ സ്വർഗം അവർക്ക് ഭാഗ്യം കൊടുക്കണമേ. താവേ, പ്രയാസങ്ങളിൽ, ദുരിതങ്ങളിൽ, കഷ്ടങ്ങളിൽ, ആകുലതകളിലായിരിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ സമാധാനം കൊണ്ട് അവരെ നിറയ്ക്കണമേ. യേശുവിൻ്റെ സന്തോഷം കൊണ്ട് അവരെ നിറയ്ക്കണമേ. കർത്താവേ, അവരുടെ എല്ലാ പ്രയാസങ്ങൾക്കും അറുതി വരുത്തണമേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന പിതാവേ, പ്രാർത്ഥന കേട്ടതേക്ക് സ്തോത്രം. ആമേൻ. ഒരിക്കൽ കൂടി കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നിങ്ങളും നിങ്ങളുടെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഈ സന്തോഷത്തിൻ്റെ വചനം നിങ്ങളോട് പറഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട്. എല്ലാവരെയും കർത്താവായ യേശു